എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാമൺ ടാറ്റാറിൻ്റെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഒരു കുക്ക്ഡ് സാമണിൻ്റെ കൂടി വീഡിയോ ഇടണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതാ നല്ലൊരു ദിൽ ആൻഡ് പെപ്പർ ക്രസ്റ്റഡ് സാമൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഫ്രഞ്ച് ഡിഷാണ് ആക്ച്വലി. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പൊടിക്ക് വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. കാരണം ആ ടിപ്പിക്കൽ ഫ്രഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം അവർ കഴിക്കുമ്പോൾ അതിൻ്റെ സാമണിൻ്റെ പുറത്ത് ക്രസ്റ്റ് കുക്കായിട്ടും ഉള്ളിൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അതിന് ഞാനത് ഫുള്ളി ഡൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സാമൺ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിഷ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം വേറെ ഏതെങ്കിലും ഫിഷ് വരുമെന്നുള്ളത്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന സോസ് ദിൽ ക്രീം സോസാണ്. അത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇറ്റ്സ് വെരി ടേസ്റ്റി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വിൽറ്റഡ് സ്പിനാച്ച് ഉണ്ട്, സ്റ്റീംഡ് റൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാമൺ ഫിലെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്യാം. ഫിലയുടെ ഹെഡ് ആക്ച്വലി, സാമണിൻ്റെ അല്ല, ഫിലയുടെ ഹെഡ് റിമൂവ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ ടാറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു 4 പീസസ് കിട്ടും ആക്ച്വലി നന്നായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ. ഇതിനകത്ത് ഏത് പീസ് എടുത്താലും ഗ്രില്ല് ചെയ്യാനും പോച്ച് ചെയ്യാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. ടെയിലും ഹെഡും നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള 4 പീസിൽ നമ്മളിന്ന് 3 പീസാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ദിൽ ലീവ്സ്. ഇതിന് വളരെ ടേസ്റ്റുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. സീ ഫുഡിൻ്റെ കൂടെ പ്രത്യേകിച്ച് സാമൺ, ഹമൂർ അതിൻ്റെ കൂടെ പോകും. ഇതാ ഒരു പീസ് അണിയൻ എടുത്തിട്ടുണ്ട്, റെഡ് അണിയൻ, ഒരു ചെറിയ പീസ് ചെറിയ ലൈം, പിന്നെ കുറച്ച് സ്പിനാച്ച്, നമ്മുടെ പാലക്ക്, നാട്ടിലുള്ള പാലക്ക്, പെപ്പർ. നമുക്കിതൊന്ന് ക്രഷ് ചെയ്യാം ജസ്റ്റ് ആദ്യം തന്നെ. അതിനുശേഷം സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് സ്ലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിരിച്ച് പിടിച്ച് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസ് സ്പിനാച്ചിന് വേണ്ടിയിട്ടും ഒരു പീസ് നമ്മുടെ സോസിന് വേണ്ടിയിട്ടുമാണ്. ഇതാ ഹാഫായിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കും. ഇത് കഴിയുമ്പോൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. റെഡ് അണിയൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാഫ് മതി നമുക്ക്. എഗെയിൻ ഇതിൻ്റെ പകുതി നമ്മൾ വിൽറ്റഡ് സ്പിനാച്ച് ഉണ്ടാക്കാനായിട്ടും ബാക്കി ഹാഫ് അതിൻ്റെ ക്രീം സോസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈമിൻ്റെ പുറത്തുനിന്നൊരു അല്പം കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ നേരെ വെക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാകണോ, ഇതിന് പ്ലേറ്റിൽ നിന്ന് ഉരുണ്ടൊന്നും പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. നമുക്ക് ആ ദില്ലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ഫൈൻ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വലുതായിട്ട് കിടന്നാൽ മതി. അത് സോസിൽ കിടക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. സ്പിനാച്ച് കണ്ടോ, നല്ല വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തീരെ പൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ഫ്ലേവറും ശരിയാവില്ല. അപ്പോൾ നമുക്ക് സാമൺ ഇനി ഒന്ന് ക്രസ്റ്റ് ചെയ്തെടുക്കാം. ആ അരിഞ്ഞു വെച്ചേർന്ന ദില്ലിൽ നിന്ന് പകുതി ഇതിലിട്ടു. നെക്സ്റ്റ് പെപ്പറാണ്. ഞാനിത് ഒരു മില്ല് ഉപയോഗിച്ചാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്കിത് മിക്സിയിൽ ആ സമയത്ത് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടിട്ടാലും മതി. നന്നായിട്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ക്രസ്റ്റഡ് സാമണാണ് വിത്ത് ദിൽ ആൻഡ് പെപ്പർ. നമ്മുടെ ബ്ലാക്ക് പെപ്പർ കോണാണ്. കുറച്ച് ലാവിഷായിട്ട് തന്നെ ചേർക്കാം. നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് ഇതിൻ്റെ സ്പൈസി ഇഷ്ടമാണ്. വേറെ എക്സ്ട്രാ സ്പൈസിനെസ് ഒന്നും വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഉപ്പാണ്. ഉപ്പിടുമ്പോൾ എപ്പോഴും സീ സോൾട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ടേബിൾ സോൾട്ട് ഇടരുത്. അതിനൊരു ബിറ്റർ ഫ്ലേവറാണ് ലാസ്റ്റ് വരിക, അല്ലെങ്കിൽ ഒരു കയ്പ്പാണ് ലാസ്റ്റ് വരിക. ഇതാകുമ്പോൾ ഒരു സ്വീറ്റ്നെസ്സിലാണ് അവസാനിക്കുക. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കനോല ഓയിൽ, അങ്ങനെ ഏതെങ്കിലുമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് താല്പര്യം അതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ടോട്ടൽ ആ ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ടുള്ള ഫ്ലേവറാണ് നല്ലത്. ഇനി വിരലിൻ്റെ തുമ്പോട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ സീ സോൾട്ടൊക്കെ അതുമ്പോൾ പിടിക്കണം. ഞാൻ ചെറിയ ഫ്ലേക്സ് പോലത്തെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് പിടിച്ചിരിക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പുറത്ത് വയ്ക്കാം. അധിക സമയമൊന്നും ആവശ്യമില്ല. 5-10 മിനിറ്റ് പുറത്ത് വയ്ക്കാം. കണ്ടോ, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കനോല ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒലിവ് ഓയിലും കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സ്കിൻ സൈഡ് മുകളിലായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതെന്തിനാണ് സ്കിൻ മുകളിലാകുന്നതെന്ന് നമുക്കത് മറിച്ചിടുമ്പോൾ മനസ്സിലാവും. ഇതാ നമ്മുടെ 3 പീസ്. ഇനി ഞാനിത്തിരി സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്. കുക്ക് ചെയ്ത് വരുന്നുണ്ടോ, ആ റെഡ് കളറെല്ലാം മാറി നല്ല വൈറ്റായി വരുന്നുണ്ടോ അതിൻ്റെ സൈഡുകളൊക്കെ. ഇതൊരു 4 മിനിറ്റ്സ് എടുത്തു ഇത്രയും കുക്കായി വരാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ മീഡിയം ഹൈ ഫ്ലെയിമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തീ കുറച്ച് വെക്കരുത്. നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ ആ ഓയിൽ, നമ്മൾ ഒഴിച്ച ഓയിലിൻ്റെ കൂട്ടത്തിൽ ആ സാമണിൽ നിന്നുള്ള ഫാറ്റും കൂടി മെൽറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്രസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി. ആ കുക്കായ ദില്ലിൻ്റെയും പിന്നെ പെപ്പർ, ക്രഷ്ഡ് പെപ്പറിൻ്റെയൊക്കെ ഫ്ലേവർ. നമുക്കൊന്ന് മറിച്ച് നോക്കാം. കണ്ടോ, സ്കിന്ന് നമ്മൾ ആദ്യം അടിയിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വീർത്ത് വരും. നോക്കി കണ്ടോ, ഇതുപോലെ വരും. അതിൻ്റെ ഷേപ്പ് പോവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്കിന്ന് മുകളിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇതാ ഇപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഹാർഡായതുകൊണ്ട് ഇത് ഒരുപാട് മടങ്ങി ചുരുങ്ങി പോവില്ല. ആ ഷേപ്പ് റിട്ടൈൻ ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയല്ലേ.
ക്രസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സാമൻ്റെ മുകൾ വശം അത്യാവശ്യം ഹാർഡാണ്, പക്ഷേ എൻ്റെ സൈഡൊക്കെ നമുക്ക് കണ്ടറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി അഗെയിൻ ഒരു 4 minutes എടുക്കും. മീഡിയം ഇപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കുറച്ചിട്ടുണ്ട്, മീഡിയം ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫിഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മോത, പിന്നെ വൈറ്റ് ട്യൂണ അത്രയ്ക്ക് പറ്റില്ലായിരിക്കും. മോത അങ്ങനെയുള്ള ഫിഷുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ന്യൂട്രൽ ഫ്ലേവർ ആയിട്ടുള്ള ഫിഷ്. അതിൻ്റെ സ്കിന്ന് കണ്ടോ, നല്ല ക്രിസ്പി സ്കിന്നായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിഷുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാം. ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമൺ നിങ്ങൾക്കറിയാമല്ലോ, ഇത് omega-3 അങ്ങനെയുള്ള ഒരുപാട് ഫാറ്റി ആസിഡ്സ് ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് അതിലുള്ളത്. അപ്പോൾ അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിൽറ്റഡ് സ്പിനാച്ച് ആ സെയിം പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ടതിൽ സാമൻ്റെ ഫ്ലേവർ ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല, വളരെ മൈൽഡായിട്ടൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അത് സ്പിനാച്ചിൽ വരുമ്പോൾ ന്യൂട്രലൈസ് ആയിക്കോളും. സ്പിനാച്ച് വിൽ ബി വെരി ടേസ്റ്റി. അഗെയിൻ ഇന്ന് ഞാൻ കുറേ പ്രാവശ്യം വെരി ടേസ്റ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ആക്ച്വലി അത് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്പിനാച്ച് ഇട്ടിട്ടുണ്ട്. ഇത് അധികം നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒരു ലോ ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഫ്ലെയിം ആണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അത് അങ്ങനെ തന്നെ കിടന്ന് കുക്കായാൽ മതി. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന കുക്കാണ്. ഇന്ത്യൻ കുക്കറി ചെയ്യുന്ന പോലെ എപ്പോഴും കുക്ക് ചെയ്യേണ്ട. അതാ അടച്ചു വെച്ചു, ഒരു 4 minutes എടുത്തു. അതിനുശേഷം നോക്കി, ഇപ്പോൾ നമ്മുടെ വിൽറ്റഡ് സ്പിനാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ ബോളിലേക്ക് മാറ്റാം. ഒരല്പം സോൾട്ടും പെപ്പറും കൂടി നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് ചേർക്കും. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സ്പിനാച്ചിൽ ഓൾറെഡി ഒരു ഇത്തിരി സോൾട്ടി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും അത് ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം തന്നെ നിങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ളത്. പെപ്പർ അഗെയിൻ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ സ്പൈസിനെസ്, നിങ്ങൾക്ക് എത്ര ഹോട്ട്നെസ് വേണോ അത്രയും നമുക്ക് ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. കാണാൻ നല്ല സിൽക്കി ഒരു ഫ്ലേവർ ഉണ്ട്. നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. അതിനുശേഷം ആ പാൻ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ സോസ് തുടങ്ങുന്നത്. ആ ഗാർലിക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കിൻ്റെ ഹാഫ് നമ്മൾ വിൽറ്റഡ് സ്പിനാച്ചിന് യൂസ് ചെയ്തു, ഹാഫ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. നമ്മളിട്ടു. അത് കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്തേക്ക് ആ അണിയൻ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഇതൊന്ന് സ്വെറ്റ് ചെയ്തെടുക്കും. നമ്മൾ ഫ്രഞ്ച് ഇറ്റാലിയൻ കുക്കറി ഷോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്വെറ്റ് ചെയ്യാന്ന് പറയുന്നത്. സ്വെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആക്കി എടുക്കുന്നതാണ്. ഇതൊരല്പം പൊടിക്ക് കൂടി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഫ്ലേവർ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ആ അതിലിട്ടു. ദില്ലിട്ടതിന് ശേഷം ശ്രദ്ധിക്കുക, ഒരുപാട് ചൂട് കൂടുതലാണെങ്കിൽ ദിൽ ബ്രൗൺ കളറായി പോകും. നമുക്ക് ആ ദില്ല് വേണ്ടത് ഗ്രീൻ കളറിൽ തന്നെയാണ്. ഇത് അധികം നേരം സോത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ടെമ്പറേച്ചർ തീരെ കുറവാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന എഫക്റ്റ് കാണുന്നത്. ഞാൻ കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത ഒരു റെസിപ്പിയിൽ എന്നോട് ആരും ചോദിച്ചിരുന്നു, പുലഗിരിയുടെ റെസിപ്പിയിൽ ചോദിച്ചിരുന്നു അത് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്രഷ് കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാഫ് ആൻഡ് ഹാഫ് യൂസ് ചെയ്യാം. അതല്ല കുക്കിംഗ് ക്രീം കിട്ടാനില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. തിളച്ച് വരുന്നുണ്ട്, പക്ഷേ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൽ ഷുഗർ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ മാത്രമല്ല കുറച്ച് എക്സ്ട്രാ മിൽക്ക് കൂടി ആഡ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഓവർ തിക്കായി പോകും. നമുക്കിതിൻ്റെ തിക്നെസ് എന്തോരം വേണമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രീം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിൽ അഗെയിൻ പെപ്പർ ചേർത്തു. ഇതിലധികം പെപ്പർ ചേർക്കാൻ പാടില്ല, നമുക്ക് ദില്ലിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. കുറച്ച് പെപ്പർ ചേർത്തു. ആ സീ സോൾട്ട് നമ്മളൊരു പൊടിക്ക് അതിനകത്ത് വീണ്ടും എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള അത്രയും സോൾട്ട് ചേർക്കുക. നമ്മളിതിലിനി ആ ലൈം പിഴിഞ്ഞതിൻ്റെ ഒരു ഹാഫ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തു. ഹാഫിൻ്റെ നിന്ന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വരാൻ മാതിരി ലൈം ഇതിൽ ചേർക്കും. ആ ലൈം ചേർക്കുമ്പോഴാണ് ക്രീം തിക്കാവുന്നത്. ആ സവർനെസ് വരുന്ന കണ്ടോ, ഇത്രയും മതി നമുക്ക് ഇതിനകത്ത് ലൈം. ഇനി അത് തിക്കാവും. ഇപ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫയർ ഓഫ് ചെയ്യുക. ആ പാനിൻ്റെ ചൂട് കൊണ്ട് അത് കുക്കാവുമ്പോൾ അത് തിക്കായിക്കോളും. നിങ്ങളൊരു വുഡൻ സ്പൂണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഒരു ലൈൻ ഇട്ടിട്ട് നേരെ പിടിക്കുമ്പോൾ അത് ജോയിൻ്റ് ആവരുത്. അങ്ങനെയാണ് അതിൻ്റെ തിക്നെസ് വരിക. ഇനി ഇത് ഇരുന്ന് കൂടുതൽ തിക്കാവും. നമുക്കതിന് പ്ലേറ്റ് ചെയ്യാം. ആ വിൽറ്റഡ് സ്പിനാച്ച് ഞാനൊരു ഫോർക്ക് കൊണ്ട് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റീം റൈസാണ് ഇരിക്കുന്നത്. സ്റ്റീം റൈസ് നത്തിങ് ബട്ട് നമ്മുടെ ബസ്മതി റൈസ് കുക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മളൊരു പീസ് സാമൺ വെച്ചു. പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പതിവായി അപ്ഡേറ്റ്സ് കിട്ടും. ആ ലൈം നമ്മൾ ഗ്രില്ല് ചെയ്ത ലൈം ഒന്നുമില്ല, നമ്മൾ ചൂടുള്ള പാത്രത്തിൽ ലൈമിൻ്റെ ആ മുറിച്ച ഭാഗം കമിഴ്ത്തി വെച്ച് ഗ്രില്ല് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഒരു നല്ല ബാലൻസ്ഡ് മീലാണ്. ഇറ്റ്സ് വെരി ഹെൽത്തി. നമ്മുടെ സോസ് ഇരുന്ന് തിക്കായിട്ടുണ്ട്. ഒരു 5 minutes എടുത്തു സോസ് ഉണ്ടാക്കിയതിന് ശേഷം. അത്രയും തിക്കായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ സോസ് ഈ കോമ്പിനേഷനോടെ കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ബോൾ നമ്മൾ എക്സ്ട്രാ വെക്കണം. ആൻഡ് ഗാർണിഷിന് വേണ്ടി ഞാൻ ഒരു ചെറിയ പീസ് ദില്ല് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്.
നമ്മുടെ ക്രസ്റ്റഡ് സാമൺ വിത്ത് ദിൽ ക്രീം സോസ് ആൻഡ് സ്റ്റീംഡ് റൈസ് ഈസ് റെഡി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ സാമണിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് കുക്കിങ്ങിലാണെങ്കിൽ അവർ മീഡിയം റെയർ, മീഡിയം വെൽ അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യും. വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോ കാണുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.